ഹരിതം ടി വി ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ശനിയുടെ വക്രഗതിയെക്കുറിച്ചാണ്. 2026 ജൂലൈ മാസം 27 തീയതി മുതൽ ഡിസംബർ മാസം 11 വരെയുള്ള കൊല്ലവർഷം 1201 കർക്കിടക മാസം 10 മുതൽ കൊല്ലവർഷം 1202 വൃശ്ചിക മാസം 24 വരെയുള്ള ദീർഘ ദിവസങ്ങൾ ശനിഗ്രഹം വക്രത്തിൽ സഞ്ചരിക്കുന്നു. അത് മീനം രാശിയിലാണ്. അങ്ങനെ മീനം രാശിയിൽ വക്രത്തിൽ ദീർഘനാൾ സഞ്ചരിക്കുമ്പോൾ അത് മിഥുനം രാശിക്കാർക്ക് വന്നു ചേരാവുന്ന ഭാഗ്യാവസ്ഥകളെക്കുറിച്ചും നന്മകളെക്കുറിച്ചുമൊക്കെയാണ് ഇന്ന് വിചിന്തനം ചെയ്യുന്നത്. വക്രത്തിൽ സഞ്ചരിക്കുന്ന ഏത് ഗ്രഹമായാലും നല്ല അനുഭവങ്ങളാണ് തരിക. പാപഗ്രഹങ്ങളാണെങ്കിലും ശുഭഫലങ്ങൾ തരും എന്നാണ് പ്രമാണം. അങ്ങനെയുള്ള കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ആണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ശനിഗ്രഹം വക്രത്തിൽ മീനം രാശിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ മിഥുനം രാശിക്കാരായിരിക്കുന്ന മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്രക്കാർക്ക് കണ്ടകശനിയുണ്ട്. കണ്ടകശനിക്ക് എല്ലാവർക്കും അറിയാം, പല വിധത്തിലുള്ള ദോഷാവസ്ഥകൾ കണ്ടകശനിയിൽ വന്നു ചേരാറുണ്ട്. കണ്ടകശനി കൊണ്ടേ പോകൂ എന്ന് ചില നാട്ടിലൊക്കെ പഴഞ്ചൊല്ലുണ്ട്. അത് അത്ര തന്നെ ഫലവത്താകണമെന്നില്ല. എല്ലാവർക്കും ശനി ദോഷം ചെയ്യുകയുമില്ല. അതിനും ചില കാര്യങ്ങളുണ്ട്. മറ്റു ചിലർ പറയുന്നു ചീത്ത വാക്കുകൾ കേൾക്കേണ്ടി വരിക, മാനാപമാനങ്ങൾ, അവിഖ്യാതികൾ, അങ്ങനെ മനസ്സറിയാത്ത കാര്യത്തിന് പോലും ചീത്ത വർത്താനം കേൾക്കേണ്ടി വരിക, ചെറിയ ചെറിയ ശാരീരികമായ പ്രശ്നങ്ങൾ ഉണ്ടാകുക, ഞൊണ്ടി നടക്കുക എന്ന് പറയും. അതുപോലെ തന്നെയാണ് തെണ്ടി നടക്കുക. തെണ്ടി നടക്കുക എന്ന് പറയുമ്പോൾ ഒരു ഭിക്ഷക്കാരെ പോലെ പാത്രമായിട്ട് തെണ്ടി നടക്കുക എന്നല്ല. അത്യാവശ്യ ഘട്ടങ്ങളിൽ രൂപ സ്വന്തം അക്കൗണ്ടിലോ വീട്ടിലോ ഉണ്ടെങ്കിൽ പോലും പുറത്തേക്ക് പോകുമ്പോൾ മറ്റൊരാളിനോട് ഒരു വായ്പ മേടിക്കേണ്ട ഒരു സഹായം, അല്ലെങ്കിൽ ഒരു സഹായം മേടിക്കേണ്ട, 10 രൂപ ഇല്ലാതെ പോയി, കയ്യിൽ 10 രൂപ ചോദിക്കേണ്ടി വന്നു, അതും ഒരു ഭിക്ഷ തന്നെയാണ്. അത് അവസരത്തിൽ നമ്മൾ ചെയ്യാതിരിക്കാൻ പറ്റുകയില്ല. എത്ര കോടീശ്വരനായാലും ജാതകാലോ അനുഭവം അങ്ങനെയാണെങ്കിൽ അത് കണ്ടകശനി ചെയ്യിക്കുക തന്നെ ചെയ്യും. എന്നാൽ ഇങ്ങനെയുള്ള ദോഷങ്ങൾ ഒന്നും തന്നെ സംഭവിക്കാത്തവരുമുണ്ട്. എനിക്കൊരു കുഴപ്പവും വന്നിട്ടില്ല എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെ പറയുന്നതിൻ്റെ കാരണം, ഒന്നാമത് ആത്മീയ കാര്യങ്ങളിലുള്ള ശ്രദ്ധ. രണ്ടാമത്തെ കാര്യം കൃത്യനിഷ്ഠയോടുകൂടിയ ദിനചര്യകളും പ്രാർത്ഥനകളും, ഏർപ്പെടുന്ന കാര്യങ്ങൾക്ക് സത്യസന്ധതയും വേണം. സത്യസന്ധമായ കാര്യങ്ങൾ ചെയ്യുകയും പ്രവർത്തിക്കുകയും അധ്വാനം, അതായത് കഠിനാധ്വാനം കൊണ്ട് സ്വയം ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മറ്റുള്ളവരുടെ ആശ്രയിക്കാതെ, മറ്റുള്ളവരെ പഴിചാരാതെ, മറ്റുള്ളവരെ കാര്യങ്ങൾ ഏൽപ്പിക്കാതെ ചെയ്യുന്നവരെയും ശനി അനുഗ്രഹിക്കും. അങ്ങനെയുള്ളവർക്കൊന്നും ശനിദോഷം വരികയില്ല. എന്നാൽ എല്ലാവർക്കും അത് സാധിക്കുകയില്ല. എല്ലാ തൊഴിലുകാർക്കും സാധിക്കുകയില്ല. മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടതായിട്ട് വരും. അത് മേലുദ്യോഗസ്ഥന്മാരായാലും കീഴ് ജീവനക്കാരായാലും സ്വന്തമായ ഒരു ബിസിനസ്സുകൾ ചെയ്യുന്നവരും ഒക്കെ വലിയ പണക്കാർക്കും ഒക്കെ മറ്റുള്ളവരുടെ ആശ്രയം വേണ്ടി വരുമല്ലോ. ആ സമയത്ത് കൃത്യനിഷ്ഠയും കുറേയൊക്കെ സത്യസന്ധതയും ആത്മാർത്ഥതയും ഒക്കെ ഉണ്ടെങ്കിൽ അധിക ദോഷങ്ങൾ വരികയില്ല. ഈ കണ്ടകശനിയുടെ ദോഷങ്ങൾ ഈ വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയത്ത് ശനി നന്മ തരും. ഇത്രയും നാള്, അതായത് ഇപ്പോൾ 1.5 വർഷം ആയിരിക്കുന്നു ഈ മിഥുനം രാശിക്കാർക്ക് കണ്ടകശനി ആരംഭിച്ചിട്ട്. ഇനി 1 വർഷം കൂടിയാണ് ഉള്ളത്. അപ്പോൾ ഇത്രയും കാലം ദീർഘ ദിവസങ്ങൾ, ആഴ്ചകൾ ഈ വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ ശനി യാതൊരുവിധ ദോഷങ്ങളും ചെയ്യുകയില്ല. അതുമാത്രമല്ല, പല വിധത്തിലുള്ള ഈശ്വരാനുഗ്രഹത്തോടുകൂടിയും ഭാഗ്യത്തോടുകൂടിയും നേട്ടങ്ങൾ തരികയും ചെയ്യും. മിഥുനം രാശിക്കാർക്ക് പൂർണ്ണമായ ദൈവാധീനമുള്ള സമയമാണ്. അത് നിവൃത്തി സ്ഥാനത്തിൻ്റെയും തൊഴിൽ സ്ഥാനത്തിൻ്റെയും ഒക്കെ അധിപനായിരിക്കുന്ന ആ വ്യാഴഗ്രഹം ധനസ്ഥാനത്ത് ഉച്ചം ചെയ്ത് നിൽക്കുന്നു. അപ്പോൾ ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതായത് വിവാഹം കഴിച്ച് ദമ്പതികളൊക്കെ ആയിട്ട് ജീവിക്കുന്നവരാണെങ്കിൽ അവർക്ക് ജീവിത പങ്കാളിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലൊരു സാമ്പത്തിക സഹായം വന്നു ചേരുക, കുറച്ച് ഭൂമി കിട്ടാനുള്ളത് വന്നു ചേരുക, അങ്ങനെ ഏതെങ്കിലും തരത്തിൽ, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഒരു പഠിച്ച വിദ്യയ്ക്കനുസരിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു ജോലി കിട്ടുക,
അല്ലെങ്കിൽ ഒരു ബിസിനസ് ആരംഭിക്കുവാനൊക്കെ സാധിക്കുന്ന ഒരു സന്ദർഭമാണ്. അത് വിജയിക്കുക തന്നെ ചെയ്യും. അതുമൂലം ഒരു ധന ആഗമന യോഗം ഉണ്ടാകും. കൂടാതെ തൊഴിൽ സ്ഥാനത്താണല്ലോ ഇപ്പോൾ ശനി സ്ഥിതി ചെയ്യുന്നത്. അത് തൊഴിൽപരമായ മാന്ദ്യതയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തൊഴിൽ നഷ്ടപ്പെടുകയോ ഇൻ്റർവ്യൂവിലൊക്കെ പല പ്രാവശ്യം പങ്കെടുത്തിട്ട് ജോലി ലഭിക്കാതെ വരികയോ അങ്ങനെയൊക്കെ വിഷമിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇനി അതൊക്കെ മാറി ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുമ്പോൾ സാമ്പത്തിക അഭിവൃദ്ധിയോടുകൂടിയ, അതായത് വ്യാഴം സാമ്പത്തിക ധനസ്ഥാനത്ത് നിൽക്കുകയാണ്. അപ്പോൾ ആ ധനസ്ഥാനത്ത് നിൽക്കുമ്പോൾ സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരത്തക്ക രീതിയിലുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ട് വിജയിക്കുവാൻ സാധിക്കുന്ന ഒരു സന്ദർഭമാണ് ഈ ശനി വക്രത്തിലുള്ള ഈ ദീർഘനാള്. മറ്റ് ഗ്രഹങ്ങളുടെ ഒന്നും പാപത്വം മിഥുനം രാശിക്കാർക്ക് ഇപ്പോൾ ഇല്ല. അതായത് ബിസിനസ്സുകൾ ചെയ്യുന്നവർ അപ്രതീക്ഷിതമായ ധനം വന്നു ചേരുവാൻ ഏറ്റവും നല്ലതാണ് ബിസിനസ്. അത് വാഹനങ്ങളുടെ ബിസിനസ്സുണ്ട്, സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ, ഡീലർഷിപ്പ് എടുത്തു ചെയ്യുന്നവർ, ഭൂമി സംബന്ധമായ വ്യാപാരങ്ങൾ, ഭൂമിയും ഗൃഹവും കൂടി വാങ്ങി വിൽക്കുക, അത് ബ്രോക്കറിങ് കാര്യങ്ങൾ ചെയ്യുക, അതുപോലെ മറ്റ് ഷെയർ മാർക്കറ്റിങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അപ്രതീക്ഷിതമായ വിജയങ്ങൾ. വലിയ വലിയ ഹോൾസെയിൽ വ്യാപാരികൾക്ക് പെട്ടെന്ന് വിജയം, ചെറുകിട വ്യാപാരികൾക്കായാലും കച്ചവടം പെട്ടെന്ന് വർദ്ധിക്കുക, ആൾക്കാരുമൊക്കെ ആയിട്ട് നല്ല രീതിയിലൊന്ന് ഇടപെട്ടു, പെട്ടെന്ന് കച്ചവടങ്ങൾ നടന്നു, അങ്ങനെയൊക്കെ നടക്കുവാനും സാമ്പത്തികം വന്നു ചേരുവാനും. അതുപോലെ തന്നെ വിറ്റ് പോകാത്ത സാധനങ്ങൾ വിറ്റ് പോവുക, ഡെഡ് മണി ആയിട്ടിരിക്കുന്നവരുണ്ട് പല വ്യാപാരികൾക്കല്ല എങ്കിൽ പോലും വ്യക്തിപരമായ കാര്യങ്ങൾക്ക് അവരവർക്ക് ചില ഭൂമി വിൽക്കാനുള്ളവരെ, വീട് വിൽക്കാനുള്ളവർക്ക്, അതുപോലെ മറ്റ് തടികളൊക്കെ പറമ്പിൽ നിൽക്കുന്നുണ്ട്, വിൽക്കാൻ നിവൃത്തിയില്ല, യാതൊരു നിവൃത്തിയില്ല, പഴയൊരു വാഹനമുണ്ട്, വിൽക്കാൻ സാധിക്കുന്നില്ല, അങ്ങനെയുള്ളവർക്കൊക്കെ അതൊക്കെ വിറ്റ് ക്യാഷായിട്ട് വന്ന് സാമ്പത്തിക അഭിവൃദ്ധി വരികയും ആ സാമ്പത്തിക നല്ല കാര്യങ്ങൾക്ക് വിനിയോഗിക്കുവാനും ഒക്കെ ഈ ശനിയുടെ അനുഗ്രഹം കൊണ്ട് സാധിക്കും. പ്രധാനമായിട്ട് ശനി ദൃഷ്ടി ചെയ്യുന്നത് മീനം രാശിയിൽ നിൽക്കുമ്പോൾ മിഥുനം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം 12ാം ഭാവത്തിലേക്ക് ഒരു ദൃഷ്ടിയുണ്ട്. 12 എന്ന് പറഞ്ഞാൽ 3ാം ഭാവമാണ്, ശനി സ്ഥിതി രാശിയുടെ 3ാം ഭാവം. അവിടെ ദൃഷ്ടി ചെയ്യുമ്പോൾ മിഥുനം രാശിക്കാർക്ക് വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ നല്ല വിജയങ്ങളൊക്കെ വന്നു ചേരും. അതുപോലെ തന്നെ ഗൃഹം പണി ആരംഭിച്ചിട്ട് പണിക്ക് തടസ്സമൊക്കെ ഉണ്ടായിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഗൃഹത്തിൻ്റെ പണി പൂർത്തിയായി ഈ വക്രഗതി കാലത്ത് പണി പൂർത്തിയായി കയറി താമസിക്കുവാൻ, ഗൃഹപ്രവേശനത്തിനുള്ള നല്ല അവസരങ്ങളൊക്കെ വന്നു ചേരുവാൻ ഏറ്റവും അനുകൂലമാണ്. അതുപോലെ തന്നെ വാഹനം വാങ്ങുക, ഉള്ള ഗൃഹം പുതുക്കി പണിയുക. കൂടാതെ മറ്റൊരു കാര്യമാണ് വിവാഹ കാര്യം. ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവാക്കൾക്കായാലും വിവാഹം വന്ന് വാക്കാകുവാൻ യോഗമുണ്ട്. അതായത് മിഥുനം രാശിയുടെ 7ാം ഭാവമായ ധനു രാശിയിലേക്ക് പൂർണ്ണമായ ദൃഷ്ടിയായിരുന്നു ആ ശനിക്ക് ഉണ്ടായിരുന്നത്. ആ ശനിയുടെ ദൃഷ്ടി മാറുകയാൽ, അല്ലെങ്കിൽ വക്രത്തിൽ വരികയാൽ, ശനിദോഷം മാറുകയാൽ ആ വിവാഹം വാക്കാകുന്നതിന് യോഗമുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലൊക്കെ കലഹങ്ങളൊക്കെ, അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറുന്നതിന് ശനിയുടെ അനുഗ്രഹത്താലും വ്യാഴത്തിൻ്റെ അനുഗ്രഹത്താലും മറ്റ് ഗ്രഹങ്ങളുടെ അനുഗ്രഹത്താലും ശുക്രൻ്റെ അനുഗ്രഹത്താലും ഒക്കെ ഐശ്വര്യസമ്പൂർണമായ കുടുംബജീവിതം നയിക്കുവാൻ, ഉല്ലാസയാത്ര പോകുവാൻ, മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുവാൻ, പുതുമയുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും ഗൃഹോപകരണങ്ങളും ഒക്കെ കരസ്ഥമാക്കുവാനൊക്കെ ഭാഗ്യമുള്ള അവസരമാണ്. പിണങ്ങി നിൽക്കേണ്ട കാര്യമില്ല. ചെറിയ ചെറിയ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞ് സ്നേഹിക്കുക, പരസ്പരം ബഹുമാനിക്കുക, മനസ്സിലാക്കുക, ഐശ്വര്യസമ്പൂർണമായ കുടുംബജീവിതം നയിക്കുക. എല്ലാവർക്കും വിട്ടുവീഴ്ച മനോഭാവത്തോടുകൂടി വിജയിക്കുവാനായിട്ട് ശനി അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ ഫോളോ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. കൂടാതെ നിങ്ങളുടെ പ്രശ്നം എന്തുമാകട്ടെ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടെ നക്ഷത്രവും പേരും കൂടി ചേർത്താൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ, കവടി നോക്കുന്നതിനോ അതുപോലെ തന്നെ ജാതകം നോക്കുന്നതിനുമൊക്കെ, പ്രശ്നം നോക്കുക, അത് പൊരുത്തം നോക്കുക, മുഹൂർത്തം നോക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഓൺലൈനായിട്ട് നോക്കുന്നതിനും അതല്ല നേരിട്ട് വന്ന് നോക്കുന്നതിനുമൊക്കെ അവസരമുണ്ട്. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു.